ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പോക്കോ എക്സ് മൊബൈലിൽ ചെയ്യേണ്ട 8 സെറ്റിങ്സ് ആണ്. അത് നിങ്ങളുടെ മൊബൈലിൻ്റെ സേഫ്റ്റി ആവട്ടെ, നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് ആവട്ടെ, അത് നിങ്ങൾക്ക് മാറ്റം വരും. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ, പോക്കോ എക്സ് യൂസേഴ്സ് എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയ്ക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫസ്റ്റത്തെ സെറ്റിങ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി SOS എന്നൊരു സെറ്റപ്പ് ഉണ്ട്. എത്ര പേര് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്? എമർജൻസി SOS എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിങ്സിൽ പോയി, ഇത് ഷവോമി ഡിവൈസിലുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സെക്യൂരിറ്റി ആൻഡ് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി SOS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഈ എമർജൻസി SOS എന്തുട്ടാന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് അകപ്പെട്ടു എന്ന് വിചാരിക്കാം, നമ്മുടെ മൊബൈൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് നമ്മുടെ ലൊക്കേഷൻ നമുക്ക് ഒരാൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫാമിലിയിലാവട്ടെ, നമ്മുടെ ഫ്രണ്ട്സിനാവട്ടെ, ഒരാൾക്കല്ല ഒരു 3-4 ആൾക്ക് എങ്ങനെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഓണാണ്, നമുക്ക് ബട്ട് ഫോൺ എടുത്ത് വിളിക്കാനൊന്നും പറ്റില്ല, നമുക്ക് മെസ്സേജ് അയക്കാനായിട്ട്. ഇതിൻ്റെ ഒരു സെറ്റിങ്സ് തന്നെ ഇത് ഓൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പവർ ബട്ടൺ ഉണ്ടല്ലോ, ഇത് ഓൺ കൊടുക്കാം. ഓൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും ഒരു കോൺടാക്റ്റിൽ അറ്റ്ലീസ്റ്റ് 1 എമർജൻസി കോൺടാക്റ്റെങ്കിലും ആഡ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലൊരാളുടെ ആവട്ടെ, ഫ്രണ്ട്സിൻ്റെ ആവട്ടെ, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സെൻഡ് ഹിസ്റ്ററി എന്നുള്ളതുകൊണ്ട്, കോൾ ഹിസ്റ്ററി എന്നുണ്ട്. 1 മണിക്കൂർ മുന്നത്തെ കോൾ ഹിസ്റ്ററി ആൾക്ക് സെൻഡ് ആവും, ആർക്കൊക്കെ നമ്മൾ ഫോൺ വിളിച്ചു എന്നുള്ളത്. ഇതെങ്ങനെയാണ് നമ്മൾ വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്തതിന് ശേഷം 5 പ്രാവശ്യം നമ്മൾ റാപ്പിഡായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പവർ ബട്ടൺ സ്വിച്ച് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ SOS മെസ്സേജ് ആരുടെ കോൺടാക്റ്റ് ആണോ നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് അവരുടെ നമ്മുടെ 2 മെസ്സേജ് പോകും. ഒരു മെസ്സേജ് തന്നെ നമ്മുടെ ലൊക്കേഷനുള്ള നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കണക്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ കാണിക്കും, നമ്മുടെ മൊബൈലിൻ്റെ എത്ര റേഞ്ചാന്ന് കാണിക്കും, പിന്നെ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററിയും കാണിച്ചു. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അപ്പോൾ നമ്മുടെ ബാറ്ററിയും കാണിക്കും. ഇങ്ങനത്തെ 2 കാര്യങ്ങളാണ് കാണിക്കുക. പിന്നത്തെ ഒരു മെസ്സേജിൻ്റെ ഉള്ളിൽ നമ്മൾ കോൾ ഹിസ്റ്ററി, ആർക്കൊക്കെ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ കോൾ ചെയ്തെന്നുള്ള ഹിസ്റ്ററി നമുക്ക് അവർക്ക് പോകും. അപ്പോൾ ഒരു മുന്നേ കൂട്ടി പറയേണ്ട ഒരു കാര്യം തന്നെ, നമ്മൾ ഈ SOS സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ആരുടെ നമ്പറാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് അവരോട് നമ്മൾ പറയണം നമ്മൾ SOS ആയിട്ട് എമർജൻസി അലർട്ടിനായിട്ട് നിങ്ങളുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അതിൻ്റെ ഉള്ളിൽ വരുന്നത് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് വന്നിട്ട് നമ്മുടെ ലൊക്കേഷനാണ് അയക്കുക. അപ്പോൾ അവർ കിട്ടുന്ന ആളും പേടിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ കാര്യം മുന്നേ കൂട്ടി പറഞ്ഞു വയ്ക്കണം. അപ്പോൾ അങ്ങനെയാണ് ഒരു കാര്യം. SOS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഓപ്ഷനാണ്. അത് MI മൊബൈലിൽ പ്രത്യേകിച്ച് വന്നിട്ടുള്ളതാണ്. ഈ SOSൻ്റെ ഫുൾ ഫോം 2 രീതി ഞാൻ കുറേ തപ്പി. SOS ചിലയിൽ കൊടുത്തിട്ടുള്ളത് സേവ് അവർ സോൾ എന്നും പിന്നത്തിൽ കൊടുത്തുള്ള സേവ് അവർ സെറ്റ് എന്നുള്ള ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ് കറക്റ്റ് എന്നറിയില്ല. ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ആപ്ലിക്കേഷൻ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ ഓഫ് ചെയ്ത് നോക്കിയാൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ മൊബൈൽ ഒരു സ്ഥലത്ത് വെച്ച് പോയി ലോക്കാണ്, നിങ്ങളൊരു പുറത്തേക്ക് സ്ഥലത്തേക്ക് പോയി എന്ന് വിചാരിക്കാം. ആ സമയത്ത് നിങ്ങൾ വേറൊരാൾ മൊബൈൽ എടുത്തു, മൊബൈലിലൂടെ നമ്മൾ സ്ക്രീൻ ലോക്കാണെങ്കിൽ തന്നെ പല കാര്യങ്ങൾക്കും നമ്മൾ ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൊബൈൽ വേണമെങ്കിൽ ഫ്ലൈറ്റ് മോഡിൽ ഇടാൻ സാധിക്കും. പുറത്തുനിന്ന് ഒരാൾക്ക് നമ്മുടെ സ്ക്രീൻ ലോക്കാണെങ്കിൽ കൂടി, ഇപ്പോൾ എൻ്റെ സ്ക്രീൻ ലോക്കാണെങ്കിൽ കൂടി ആൾക്ക് വന്നിട്ട് നമ്മുടെ മൊബൈലിൽ കുറേ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ നെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ നമുക്ക് ഈ ഫ്ലോട്ടിംഗ് വിൻഡോ ഓഫ് ചെയ്യാമെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെറ്റിങ്സിൽ പോയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓൺ ചെയ്യുക. അതിനുശേഷം ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അത് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്പൺ നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് ഓൺ ലോക്ക് സ്ക്രീൻ എന്നുണ്ടായിരിക്കും. അത് ഓഫ് ചെയ്ത് വയ്ക്കുക. ഇനി നിങ്ങൾ ലോക്ക് സ്ക്രീൻ ഓഫ് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേലെ നിന്നുള്ള ബാർ വരില്ല. ഇത് കുറേ പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് അറിയാണ്ടിരിക്കുന്ന കുറേ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പ് ഡ്രോവറിലുള്ള ഒരു ബ്ലറിങ് കാര്യത്തെ കുറിച്ചിട്ടാണ്. ഇപ്പം നിങ്ങൾ റീസെൻ്റ് ആയിട്ടെടുത്ത ആപ്പ് നിങ്ങൾ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാന്നിരിക്കുക, നിങ്ങളൊരു പബ്ലിക് പ്ലേസിലാണ്. ആ സമയത്ത് നിങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ള എടുത്തിട്ടുള്ള ആപ്പുകൾ ഓൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആൾക്കാർ എന്താണെന്ന് കാണും.
എക്സാമ്പിളായിട്ട് പറഞ്ഞ് ഞാൻ റീസെൻ്റ് ആപ്പുകൾ ഓപ്പൺ ചെയ്തു കേട്ടോ. അപ്പോൾ റീസെൻ്റ് ആപ്പ് വന്നു ഇത് പെട്ടെന്ന് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഇപ്പോൾ ഇത് കുഴപ്പമില്ലാത്ത ഒരു ഇതാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ചില പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരിക്കും. നമ്മൾ പെട്ടെന്ന് റീസെൻ്റ് ആപ്പ് നമ്മുടെ തൊട്ടടുത്ത് വല്ലവരുണ്ടെങ്കിൽ അത് കാണാതെ നമുക്ക് മോശം തോന്നുന്ന കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കത് വേറെ ആളെ കാണിക്കരുതെന്ന് വിചാരിക്കുന്ന ആപ്പുകളെ നമുക്ക് ഇത് റീസെൻ്റ് ആപ്പുകൾ ബ്ലർ ഇഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനൊന്നുമില്ല, നമ്മളൊന്ന് ആ ആപ്പിൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബ്ലർ ആപ്പ് പ്രിവ്യൂ എന്നുള്ളതുണ്ടായിരിക്കും, അത് ഓൺ ചെയ്തിടാം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ലാസ്റ്റ് സീനായിട്ടുള്ളത് ഒരെണ്ണത്തിൽ നമ്മൾ ബ്ലർ ഇഫക്റ്റ് ഓൺ ചെയ്തിട്ടില്ല, മറ്റേ ബ്ലർ ഇഫക്റ്റ് ഓൺ ചെയ്തു. അപ്പോൾ പെട്ടെന്ന് വേറൊരാൾക്ക് എന്താ നോക്കിയെന്നോ അല്ലെങ്കിൽ എന്താണ് അടുത്തിപ്പോൾ കോണ്ടാക്ട്സ് നിങ്ങൾക്ക് വേറെ ആൾ ഷെയർ ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ ഇങ്ങനെ ഒരു കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ മറ്റൊരാൾക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ MI ബ്രൗസർ കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പല പലത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ആഡുകൾ വരുന്നത് നിങ്ങളുണ്ടായിരിക്കും. ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ബ്രൗസർ പെട്ടെന്ന് നിങ്ങൾക്ക് പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല. നിങ്ങൾ അത് കഴിഞ്ഞാൽ സെർച്ചിൽ പോയിട്ട് ബ്രൗസർ തുറക്കാം. ബ്രൗസർ തുറന്നു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ എന്താ പറയുക പൊട്ടാന്നുണ്ടെങ്കിൽ പൊതുവായിട്ടുള്ള പൊതുവായിട്ട് പുറത്ത് ഇപ്പോൾ കുഴപ്പമില്ല. ചില സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടായിരിക്കും ഭയങ്കര ഒരു എന്താ പറയുക വൾഗറായിട്ടുള്ള ആഡ്സൊക്കെയാണ് വരുന്നത്. ഇതെങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം? വളരെ സിമ്പിളാണ് കേട്ടോ. ഇതിനെന്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടന്റ് ഫീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് നിങ്ങൾ ഓഫ് ചെയ്യാം. ഇനി നിങ്ങൾ ബാക്കിലേക്ക് ഒന്ന് നോക്കുക, നിങ്ങൾക്ക് ഒരു ആഡ് പോലും ഇനി ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്കിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇത് തന്നെ ആഡ് തന്നെ ചില സമയങ്ങളിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ ബാറിലൊക്കെ നമ്മൾ ആഡ്സ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ആൾക്കാർക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ആഡ്സൊക്കെ വന്ന് കിടക്കേണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി ഇത് ഓഫ് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ MIയുടെ ഉള്ളിലുണ്ടാകുന്ന ഈ കാണുന്ന ഫൗണ്ട് ഉണ്ടല്ലോ, ഈ ഫൗണ്ട് നമുക്ക് MIയുടെ ഒറിജിനൽ ഫൗണ്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ ഒരു ലുക്കേ വേറെ രീതിയിലേക്ക് മാറും. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ വാൾപേപ്പറിൽ പോവുക. വാൾപേപ്പറിലൊരു ഫൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഒരു ഫൗണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫൗണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. മിലൻ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കാണുന്ന ഫൗണ്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നമ്മളൊന്ന് അപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വിച്ച് ഓഫ് ഒന്ന് റീബൂട്ട് പറയാം. അത് ഏത് പറഞ്ഞാലും മീൻസ് ഏത് നമ്മളുടെ എന്താ പറയുക ഫൗണ്ട് ചേഞ്ച് ചെയ്താലും മൊബൈലൊന്ന് റീബൂട്ടാവും. റീബൂട്ട് ആയതിനു ശേഷം ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വേറെ രീതിയിലുള്ള എന്താ പറയുക ഫൗണ്ട് ആയിരിക്കും. അത് ഇത്തിരി കൂടി നല്ല ഭംഗിയുള്ള പലതരത്തിലുള്ള ഫൗണ്ടുകൾ അവൈലബിൾ ആണ്. ഇതാണ് ശരിക്കും എൻ്റെ ഒരു യൂണീക്ക്. നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഫൗണ്ട് ഫുള്ളായിട്ട് ചേഞ്ച് ആയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇതുകൊണ്ട് ക്യാമറയിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവണമെന്ന് അറിയില്ല. ഒരു വേറെ രീതിയിലുള്ള ഒരു ഇറ്റാലിക് ആണെന്ന് ഇറ്റാലിക്കും അല്ല, ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് ആയിട്ടുള്ളതാണ്. ഇതാണ് ശരിക്കും ഷവോമി മൊബൈലിൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഫൗണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുള്ളത്. ഇത് വളരെ ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ സൈലൻറ്റ് മോഡിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിയിൽ ഒരു 3 ഡോട്ട്സ് ചിഹ്നം കാണാൻ സാധിക്കും. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ DND എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ്. ഇപ്പം നമ്മളിത് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈലൻറ്റ് മോഡിലായി. ഇപ്പം മൊബൈൽ സൈലൻറ്റ് മോഡിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സൈലൻറ്റ് മോഡിൽ നിന്ന് നിങ്ങളുടെ സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സൈലൻറ്റ് മോഡിൽ നിന്ന് പുറത്തേക്ക് വരണം. എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ഥലത്തേക്ക് പോയി നമ്മൾ പെട്ടെന്ന് മൊബൈൽ ചിലപ്പോൾ എന്താ പറയുക പുറത്തെടുക്കുന്ന സമയത്ത് നമുക്ക് പറയില്ല, ഒരു സ്ഥലത്ത് പോയി നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ സൈലൻറ്റിലാകും. സൈലൻറ്റിലായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് മറന്നു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ മൊബൈൽ സൈലൻറ്റിലാണെന്ന്. നമ്മളൊരു സ്ഥലത്തേക്ക് പോയി മാക്സിമം അവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് 1 മണിക്കൂറാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ഇവിടെ കൗണ്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. 30 മിനിറ്റ്, 1 മണിക്കൂർ, അല്ലെങ്കിൽ 2 മണിക്കൂർ, 8 മണിക്കൂർ, ഇങ്ങനെ നിങ്ങൾ കൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 30 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുക എല്ലാതും പഴയ രീതിയിലേക്ക് മാറും. മീൻസ് സൈലൻറ്റ് മോഡ് രീതിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് മറ്റേ സാധാരണ റിംഗിങ് മോഡിലേക്ക് മാറാം. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു ഷെഡ്യൂളിംഗ് സെറ്റിംഗ് ആണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ പഴയ മാതിരി എന്നുള്ള സൈലൻറ്റ് മോഡിൽ നിന്ന് സാധാരണ മോഡിലേക്ക് വരിക. അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ അടുത്ത ഫീച്ചറിലേക്ക് കിടക്കാം.
കോൾ ഡയലിങ്ങിൽ പോവുക. അതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും, 3 ലൈൻസ്. അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾക്ക് നമ്മൾ അറിയാത്ത കുറേ സെറ്റിങ്സ് ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻകമിങ് കോൾ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സെക്കൻഡ് ആയിട്ട് റിംഗ് വെൻ ലിഫ്റ്റ് എന്നുണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു ഓപ്ഷൻ, ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണ് കുറേ പേര് റിങ് അടിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. നമ്മൾ സൗണ്ട് കേട്ടാൽ മതി, നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റിങ് ഓഫ് ആവും. മീൻസ് നമ്മുടെ കോൾ വരാമെന്ന് വിചാരിക്കുക. ഇത് ഓൺ ചെയ്തിട്ടിട്ട് നമ്മൾ ഫോൺ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഈ ഫോൺ ബെല്ലടിച്ച് കേട്ടതിന് ശേഷം നമ്മൾ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റിങ് ഓഫ് ആവും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ്. നിങ്ങൾ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റിങ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുത്ത വശം തന്നെ ഫോൺ മേലേക്ക് പൊന്നിച്ചാൽ തന്നെ ലിഫ്റ്റ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ റിങ് ഓഫ് ചെയ്യും. പിന്നെ ഒരു നിങ്ങൾ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് കോൾ റിങ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കോളിന് ആൻസർ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇതിൽ തന്നെയുണ്ട്. അത് വളരെ സിമ്പിളാണ്. ഓട്ടോ ആൻസറിൽ പോവുക, ഓട്ടോ ആൻസർ ഓൺ ചെയ്തതിന് ശേഷം ഹാൻഡ്സെറ്റ് ഓൺലി എന്നുള്ളതുണ്ടാവില്ല, അതിന് ഹെഡ്സെറ്റ് ഓൺലി, അതിൻ്റെ ഇടയിലായിട്ട് ബ്ലൂടൂത്ത് ഓൺലി എന്നുണ്ടായിരിക്കും. അപ്പോൾ ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അങ്ങനെ രണ്ടും കൂടിയിട്ടുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഇത് നിങ്ങൾക്ക് ഏതാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ യൂസ്ഫുള്ളാണ്. ചില സമയങ്ങളിൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ വളരെ യൂസ്ഫുള്ളായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറേ വേറെ സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. നമ്മളെന്താ പറയുക, നമുക്ക് ഫിംഗർ പ്രിൻ്റ് ലോക്ക് ഉണ്ട്, മറ്റേ ലോക്കുകളൊക്കെ അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ സേഫ്റ്റിയുടെ സൈഡിൽ. അതിപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞതിൻ്റെ കാര്യമില്ല. എല്ലാവർക്കും ഫിംഗർ പ്രിൻ്റ് ലോക്ക് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം. പിന്നെ കുറേ പേര് പാസ്വേഡ്, പാറ്റേൺ ലോക്ക് എല്ലാവർക്കും അതൊക്കെ എല്ലാവർക്കും കോമൺലി അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പ്രത്യേകിച്ച് സേഫ്റ്റി ഫീച്ചറിൽ ഉൾപ്പെടുത്താഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 8 ഫീച്ചേഴ്സ് വളരെ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. നിങ്ങളപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. Thank you.